നമസ്കാരം. ഇസ്രായേൽ മതപണ്ഡിതൻ മോൾഡോവാൻ റബ്ബിയുടെ തിരോധാനം അവസാനം കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. UAE വെച്ചാണ് ഇദ്ദേഹത്തെ കാണാതായത്. എന്നാൽ ഈ കൊലപാതകത്തിന് പുറകിൽ ഇറാന്റെ പിന്തുണയുള്ള ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്നാൽ ഇത് കാലം ഇസ്രായേലിനോട് കണക്ക് ചോദിക്കുകയാണ് എന്ന പ്രതികരണങ്ങളാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. ഇറാന്റെ നിരവധി സൈനികരെയും അതുപോലെ തന്നെ പ്രമുഖരെയും ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെയും ഒക്കെ ചതിയിലൂടെയും പതിയിരുന്നും ഇസ്രായേൽ പലപ്പോഴായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ നടപടികൾക്ക് അതേ നാണയത്തിന്റെ മറ്റൊരു വശം എന്ന രീതിയിൽ അത് തിരിച്ചടിക്കുകയാണ്. ഇറാൻ കണക്ക് ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല എന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നു. എന്തായാലും ഇസ്രായേലിന്റെ ഈ ആരോപണങ്ങൾക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഇതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റ് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയോടൊപ്പം സഖ്യത്തിലുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അറസ്റ്റ് നടപ്പിലാക്കും എന്ന ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ്. അമേരിക്കക്ക് തന്നെ ഇവിടെ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് അവരുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങൾക്കെതിരെ ഉപരോധം കൊണ്ടുവരും എന്ന ഒരു ഭീഷണി മുഴക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് അത് നടപ്പിലാക്കാൻ ഞങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയർത്തിയിട്ടുള്ള കുറ്റങ്ങൾ, അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ വംശഹത്യയും അതുപോലെ തന്നെ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള കുട്ടികളെ കൊന്നൊടുക്കുന്നതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് അത് നടപ്പിലാക്കാൻ ഓരോ അംഗരാജ്യങ്ങളും ബാധ്യസ്ഥരാണ് എന്ന നിലപാട് നാറ്റോ സഖ്യ രാജ്യങ്ങൾ എടുത്തിരിക്കുന്നു. ഫ്രാൻസും അതുപോലെ തന്നെ കാനഡയും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ ബ്രിട്ടൻ ഉൾപ്പെടെ അവരുടെ രാജ്യത്തേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ പുട്ടിനെതിരെ ഇവിടെ അന്താരാഷ്ട്ര കോടതിയുടെ ഒരു ഉത്തരവുണ്ടായപ്പോൾ ആ ഉത്തരവിനെ അംഗീകരിച്ച ആളുകളാണ് അമേരിക്ക. എന്നാൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും യോവ് ഗാലന്റിനെതിരെയും അന്താരാഷ്ട്ര കോടതിയുടെ ഒരു ഉത്തരവുണ്ടായപ്പോൾ അത് യഹൂദ വിരുദ്ധമാണ് കോടതിയുടെ നടപടി എന്ന ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ സഖ്യരാജ്യങ്ങൾക്കെതിരെ എല്ലാ നിലക്കുമുള്ള ഉപരോധം കൊണ്ടുവരുമെന്നുള്ള ഒരു ഭീഷണിയും അവർ മുഴക്കാൻ തയ്യാറായിരിക്കുന്നു. ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും സ്വതന്ത്രമായി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇന്റർനാഷണൽ കോടതിയുമായി ബന്ധപ്പെട്ട് അവരുടെ അംഗരാജ്യങ്ങളിൽ വരുന്ന രാജ്യങ്ങളല്ല. എങ്കിൽ കൂടെ ഇസ്രായേലിനെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര ഇടപെടലുകൾ മറ്റു രാജ്യങ്ങളുമായി നിരന്തരം അവർക്ക് ബന്ധം പുലർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് ചർച്ചയ്ക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. തികച്ചും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോയിരിക്കുന്നു. ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും ഗസയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും നിരവധി കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരപരാധികളെ കൊന്നുതള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലബനോനിൽ ബെയ്റൂട്ടിൽ 8 നില കെട്ടിടം അത് പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഈ കെട്ടിടം തകർന്നു വീണതിൽ 20ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രത്യാക്രമണങ്ങളും ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഒപ്പം നിൽക്കുന്ന പല രാജ്യങ്ങളും, അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയുമായി ഇടയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികൾ ഇപ്പോഴും ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു. ഏറ്റവും അവസാനം ഒരു കപ്പൽ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ചൈനയാണ്. എന്നാൽ ഹൂത്തികൾ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിലെ നെവാറ്റീം എയർബേസിന് നേരെ വളരെ ശക്തമായ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഫലസ്തീൻ 2 എന്ന പേരിൽ അറിയപ്പെടുന്ന മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗസയിൽ ഇസ്രായേൽ സൈനികർ പതിയിരിക്കുന്ന, അവർ അഭയം പ്രാപിച്ചിരിക്കുന്ന ചില കെട്ടിടങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഇസ്രായേൽ സൈനികരെ പോലും വെടിവെച്ചിടുന്ന ചില ദൃശ്യങ്ങൾ ഹമാസും പുറത്തുവിടുന്നുണ്ട്.
സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുന്നതിൽ ഇസ്രായേൽ ഇപ്പോഴും മിടുക്ക് കാണിക്കുമ്പോൾ ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതിലും അതുപോലെ തന്നെ അവരെ ഇല്ലാതാക്കുന്നതിലും ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന ഒരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്.